നീ ഈ കാര്യം മീരയോട് പറഞ്ഞോ? ഇല്ലടാ, എന്തു പറയും, എങ്ങനെ പറയും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് ഫീവറാടാ, ലവ് ഫീവർ. ഈ പ്രേമപ്പനി മാറ്റാൻ ഒരു മറുമരുന്നുണ്ട്, പറയട്ടെ? പറഞ്ഞു തോലക്കടാ. നാളെ ഫെബ്രുവരി 14 എന്നാൽ വാലന്റൈൻസ് ഡേ, കാമുകി കാമുകന്മാരുടെ പാവന ദിനം, കാതലർ ദിനം. നാളെ നീ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇതെങ്ങനെയുണ്ട്? എന്തോ ഇതെന്താ വില? 250. എത്ര? 250. ഇത് കൊള്ളാം, ഇന്ന് പാക്ക് ചെയ്തേക്കൂ. ഇതായി കാർഡും കൂടി. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ട. അയ്യോ ചമ്മേ, പോയി. എന്താണ്? അതല്ല ഇത്, കാണട്ടെ. അത് പിന്നെ അല്ല അല്ല, അത് പിന്നെ അത് ഇതല്ല, പിന്നെ ഏതല്ല? ഇത് അച്ഛമാമൻ വിചാരിക്കുന്ന പോലെ. അച്ഛമാമൻ വിചാരിച്ച എന്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയ്യോ, ഇതെന്റെ ഫ്രണ്ടിന്റെ, ഞാൻ വാങ്ങി പിടിച്ചാ. ഇത് ഞാൻ വാങ്ങി പിടിച്ചതാ. അത് പൊളിക്കല്ലേ, അത് മീര വാങ്ങാൻ പറഞ്ഞിട്ട്. മീരയ്ക്ക് തന്നെ ഇന്നേ ദിവസം സമ്മാനം കൊടുക്കുക. എന്താടാ അത് നന്ദുക്കുട്ടാ, സത്യം പറയടാ. അതല്ല, ഇത് വാലന്റൈൻസ്. വാലോ? എന്ത് വാല്? വാലുണ്ടോ? എടാ മരങ്ങോടാ, വീട്ടിൽ വിരുന്ന് വന്നു. അയ്യോ, ഇത് അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല, എനിക്കറിയാം. ഞാൻ പറയട്ടെ, വീട്ടിൽ വന്ന ഒരു അതിഥിക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലല്ലോ. അല്ലല്ലോ. അല്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ മോൻ പരിങ്ങണത്? പരിങ്ങ്? എടാ നന്ദുമോനെടാ, ഇന്ന് മീരാമോളുടെ പിറന്നാളാണെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. അതൊക്കെ അറിയാം, മീര പറഞ്ഞിരുന്നല്ലോ. പോവാ. അപ്പൊ പിന്നെ നിനക്കെന്താ പ്രശ്നം? ശരിയാവൂല. ഞാൻ വന്നല്ല, അത് പുറത്തെ ബർത്ത്ഡേക്ക്. സോറി, പെട്ടുപോയല്ലോ. എന്താ ഒരു കള്ളത്തരം? കാലത്ത് കണ്ടില്ലല്ലോ, എവിടെ പോയതാ? എങ്ങോട്ട് പോയാ? ഞാനെവിടെ പോയില്ല, ഇപ്പൊ പോട്ടെ. എന്റെ അടുത്ത് നുണ പറഞ്ഞാൽ അറിയാലോ. സത്യമായിട്ടും പോയില്ല, പിന്നെ പോയി ഷോപ്പിങ്ങിന്. എന്നെ കൂട്ടാതെ പോയല്ലേ? കാണട്ടെ. അത് പറ്റില്ല, അത് വേറൊരു ആവശ്യത്തിനാ. ഇതിന്റെ നോക്കട്ടെടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു നന്ദു. ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അന്ന് തന്നെയാ എന്റെ അമ്മ മരിച്ചത്. സോറി മീര, ഞാനത് ഓർത്തില്ല. ഏയ്, ഇറ്റ്സ് ഓക്കേ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ വല്ലാത്തൊരു. ഡു വൺ തിങ്, ഗെറ്റ് റെഡി ഫോർ an outing, a fishing expedition. ഓക്കേ, ഞാൻ പെട്ടെന്ന് റെഡി ആവാം. Then you hurry up. വൗ, ലവ്ലി പ്ലേസ്. നിനക്ക് ഒട്ടും സൗന്ദര്യബോധം ഇല്ലാന്നാ ഞാൻ വിചാരിച്ച. സ്വല്പം സെൻസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. തുറന്നു നോക്കി കാണില്ല, അല്ലേ മനസ്സിലായി കാണില്ല. ദൈവമേ, മറുപടി അനുകൂലമാവണേ. Hi Mira, happy birthday to you. Many happy returns of the day. Hey, എന്താ ഒന്നും മിണ്ടാത്തെ? സോറി, റോങ് നമ്പർ. So you like this place അല്ലേ? ഞാൻ പറഞ്ഞില്ലേ. Come on Mira. ഗൗതം, ഹായ്. താങ്ക് യു ഡാ. ഓ, ഇപ്പോൾ വിളിച്ചിരുന്നോ? ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല.
ആഹാ, അങ്ങനെ പറഞ്ഞു അവൻ. അവൻ ആളൊരു റോങ് നമ്പറാ. ഞാനിപ്പോൾ ഇങ്ങനെ മെരുക്കി എടുത്തോണ്ടിരിക്കുക. എന്ന് ഞാൻ പിന്നെ വിളിക്കാം ഗൗതം. ഓക്കെ, ബൈ. ഹലോ മിസ്റ്റർ നന്ദു, എന്താണ് മൊത്തത്തിലൊരു കള്ളത്തരം? എനിക്കോ? ഒന്നുമില്ല. മീര, അത് തുറന്നു നോക്കിയോ? ഏത്? അല്ല, ഞാൻ തന്ന ഗിഫ്റ്റ്. പിന്നെ തുറന്നു നോക്കാതിരിക്കോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ല? സോറിടാ, ഞാൻ എന്തൊരാളാ, ഒരു താങ്ക്സ് പോലും പറയാതെ. നീ വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കായിരുന്നു. ഔട്ടിംഗ് എന്ന് പറഞ്ഞതും ചാടി പുറപ്പെട്ടു. അതുകൊണ്ടാ. അതിഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ? ഇഷ്ടായി. ഏയ്, വെറുതെ. അല്ലടാ, സത്യം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഇതോ? ഏയ്, ഇത് കൊള്ളൂല. ഓ, ഇത് നോക്കട്ടെ. ചേച്ചി ഇതും ബോർ. അതിങ്ങടുത്തെ ബ്ലൂ. ഇത് സൂപ്പർ. ഒന്ന് ട്രൈ ചെയ്തേ. വേറെ എന്തൊക്കെ കളറുണ്ട്? എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. യെല്ലോയിൽ 40 സൈസ് ഉണ്ടോ? ഉണ്ട്. ഇതാ ചെക്ക് പാറ്റേൺ എന്തൊക്കെയുണ്ട്? ഇവിടെയുണ്ട്, കാണിക്കാം. ഇതാ. യെസ്, നീ ആള് സ്മാർട്ടാ മിസ്റ്റർ പയ്യൻസ്. ഇപ്പൊ ചെത്താണ്, പക്ഷെ പോസ് ചെയ്ത് കൊളാക്കരുത്. റിയലി? പാക്കറ്റ് പ്ലീസ്. ശരി മാഡം. പോവാം. ഇത് വേറൊരു പാറ്റേൺ ആണല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ടടാ, നമുക്ക് പോവാം. പോരാ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ. യെസ് Hi Mira, a pleasant surprise for you. യെസ്, പറ. എന്താ സർപ്രൈസ്? ഞെട്ടരുത്. എങ്കിൽ ഞെട്ടുന്നില്ല. എന്താന്ന് പറ. Mira, just turn and you will see the surprise. ഇവനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? പകൽക്കിനാവിന്റെ സുന്ദരമായ പാലാഴിക്കടവിലായിരിക്കും. എടാ, കടവല്ലടാ, കടല്. ദുഃഖത്തിന്റെ കര കാണാ കടല്. മീര കാലുവാരിയോന്നൊരു സംശയം. ഏതായാലും എൻട്രൻസ് പൊട്ടി. ഇനിയിപ്പോ വൈദ്യശാസ്ത്രത്തിന്റെ സംഭാവന ആയിക്കോട്ടെ എന്ന് കരുതി കാണും. എന്തോന്ന്? സ്വന്തം ബാഡി. പാവം, എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലേ. അനശ്വര പ്രണയത്തിന് ഒരു രക്തസാക്ഷി കൂടി. എടാ നന്ദു, ഇവനെന്താ രാത്രി മോഷ്ടിക്കാൻ പോയി? ഹേയ്, വേലി ചാടാൻ പോയതാവും. എടാ നന്ദു, എന്തുവാടാ ശല്യം? നിനക്കിപ്പോ എന്താ വേണ്ടത്? വേണ്ടതിപ്പോ നിനക്കാ ഒരല്പം ആത്മസാന്ത്വനം. കൈവിട്ട് പോയല്ലോടാ നിന്റെ കസ്തൂരി മാമ്പഴം. അത് പിന്നെ പോണോല്ലോ. എന്തായിരുന്നു ജാട? ഷോപ്പിംഗ്, ജോഗിങ്, ഈവനിങ് വാക്കിംഗ്, ക്ലബും വേണ്ട, പാട്ടും വേണ്ട. ഇതൊരുമാതിരി മറ്റേ അല്ല, നട്ട് കളഞ്ഞ അണ്ണാനെ പോലെ. അല്ലെങ്കിൽ തന്നെ കൽക്കട്ട മെട്രോ സിറ്റി എവിടെ, നമ്മുടെ ഈ പട്ടിക്കാട് എവിടെ? എടാ നന്ദു, കഴുത ഫേഷ്യൽ ചെയ്ത കുതിര ആവില്ലടാ. അത് പിന്നെ റിഹേഴ്സലാ പ്രസിഡന്റ്, നാടക റിഹേഴ്സൽ. വാർഷിക ക്ലബിന്റെ വാർഷികം വരെയല്ലേ? ഓ, ഞാൻ മറന്നു. ഇത്തവണ നമുക്ക് കലക്കണം. അതെ, പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നാ മതി, കലങ്കോളും. അല്ല, കലക്കും. അത് പിന്നെ പറയാണ്ടോ? എന്താ നാടകത്തിന്റെ പേര്? അവനോളും പിന്നെ ഞാൻ. അവനും അവളും പിന്നെ ഞാൻ. അപ്പൊ ത്രികോണ പ്രണയാണല്ലേ? കൊള്ളാം. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ.
പ്രശ്നം കുറച്ച് രൂക്ഷായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ആ കുളക്കടവുണ്ടല്ലോ ഈ പെണ്ണുങ്ങളുടെ അവിടെയുള്ള അഭ്യാസം അതങ്ങോട്ട് നിർത്തി വയ്ക്കാണ് ആയുരാരോഗ്യത്തിന് നല്ലത്. ഉണ്ണിക്കണ്ണന്മാരെ കയ്യോടെ പിടികൂടാൻ വനിതാ പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് മഫ്റ്റിയിൽ. അല്ല പ്രസിഡന്റ്, അതെ ഈ വർഷത്തെ ഫണ്ടിന്റെ കാര്യത്തിലൊരു മീനുമോളെ എവിടെ പോയതാ? എന്റെ പഴയ വീട്ടിലേക്കൊന്ന് പോയി, കാണണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. ഐ എം ഗൗതം, കൽക്കട്ടയിലാ. അവിടെ ഞങ്ങൾ ഒരേ സ്ഥലത്താ താമസം. അപ്പോ രാഘവൻ നമ്പ്യാരുടെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാ. പിന്നെ സ്കൂളിലും കോളേജിലും എന്റെ സീനിയർ ആയിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ്സിലാ. ഗൗതം, ഇത് BK, ഈ നാട്ടിലെ കരയോഗം തൊട്ട് എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റാ. പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമൂർത്തി. ആളൊരു VIP യാ. ഈ കുട്ടി വെറുതെ കൂട്ടി പറയാ. ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഗൗതം, മീറ്റ് മൈ ഫ്രണ്ട്സ്. ഇത് ബോബൻ, ഹായ്. ഗിരി, ഹായ്. ഗോപൻ, ഹായ്. രാധ. നന്ദു, കം ഓൺ നന്ദു. ഹായ്. ഹലോ. നന്ദു മേനോൻ. ഇത് നമ്മുടെ റോങ് നമ്പർ അല്ലേ? പരിചയപ്പെട്ട മീര മറന്നോ? ഐ റിമെമ്പർ യു വെരി വെൽ. എൻട്രൻസ് പൊട്ടിയക്ഷി അല്ലേ? ഓ, അത് ഞാൻ മറന്നു. ഞങ്ങള് തിക് ഫ്രണ്ട്സാ ഗൗതം, അല്ലടാ? അപ്പോ നാട്ടിലെവിടെ വീട്? മലയാളം നല്ല വശണ്ട്. ചെർപ്പളശ്ശേരി. നാട് വിട്ട് എവിടെ പോയാലും സ്വന്തം ഭാഷ മറക്കില്ല. വേരിവിടെയല്ലേ? ഞാൻ കുറച്ച് തിരക്കില്ല. ഓക്കെ, ക്യാച്ച് ലേറ്റർ ഗൈസ്. റോങ് നമ്പർ പൊട്ടടോ. ചിയറപ്പ് മാൻ. തന്റെ ഫ്രണ്ടിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ശരിയെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. കാണാം. അങ്ങനെ എന്താ ഒരു ആഢ്യത്വം, എന്താ ഒരു വിനയം. ആൺകുട്ടികളായ ഇങ്ങനെ ഇരിക്കണം. യോഗ്യന കണ്ടാലറിയാം. ഏയ് പോരാ, വെറും സ്റ്റൈൽ. എടാ നമ്മുടെ നാടകത്തിന്റെ റിഹേഴ്സൽ. ഓ ശരി, അത് കിടക്കട്ടെ. ഞാനും വൈകിയല്ലോ. ഞാൻ ആകെ പ്രശ്നത്തിലാണ് നീതു. എന്താ നന്ദു? നീതുനറിയോ, ഒരു ലവ് ലെറ്റർ വായിച്ചിട്ട് മാസങ്ങളായി, ഒരു മധുര വാക്ക് കേട്ടിട്ട് യുഗങ്ങളായി. ഹോ, മടുത്തു, ജീവിതമേ മടുത്തു. ഏകാന്തമായ രാത്രിയിൽ ഒരു നോക്ക് കണ്ടിരിക്കാൻ കയ്യിൽ വെച്ചിരുന്ന നീതുവിന്റെ ഫോട്ടോകൾ പോലും ചിലർ തട്ടിയെടുത്തു. ഗൂഢാലോചന, ഭീകര ഗൂഢാലോചന. നന്ദു, വാ പോവാം. 1 മിനിറ്റ് പ്ലീസ് നീതു, ഒരു ലവ് ലെറ്റർ തരൂ. അതെന്റെ ജീവിതത്തിൽ വീഴുന്ന കുളിർമഴയായിരിക്കും. ഒരിക്കു ദാഹജലം. ഇത് ഏത് മെഗയിലെ ഡയലോഗാ നന്ദു? ഡയലോഗോ? ഇവന്റെ ആത്മാവിന്റെ രോദനമാണ്. സത്യം. ഹേയ്, വരുന്നുണ്ടോ നീ? ഛേ, എന്താ മീര ഇത്? മാനേഴ്സ് വേണ്ടേ മാനേഴ്സ്? മനുഷ്യൻ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. മീര പൊക്കോളൂ. സീ യു. നിന്റെ ഒരു മാനേഴ്സ്. നടക്കടാ. എന്നെ വിടൂ മീര. See you, ദിവ്യ. നാളെ കാണാം. ഇതേ സ്ഥലം, ഇതേ സമയം. ബൈ. വണ്ടി എടുക്കടാ, പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയ എങ്ങോട്ടെങ്കിലും. വണ്ടി എടുക്കടാ. ഓക്കേ. ഓക്കേ. ഏയ്, നിർത്ത. ഏയ്, നിർത്താൻ. നിർത്താനല്ലേ പറഞ്ഞേ? ഓക്കേ, ഓക്കേ. എന്റെ അമ്മേ, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ല. വീണ് വല്ലതും പറ്റിയ? യു റെക്ലെസ്. ആരോടാ നിനക്ക് ഇത്ര ദേഷ്യം? ഓ സോറി. സോറിയടാ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വാ, നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം. ഏതാടാ അമ്പലനടയിലെ പൈങ്കിളികൾ? ലൈനാ? അതിലാരാ? രണ്ടുപേരും. നീ പാഞ്ചാലനാ? ഹായ്, നല്ല പേര് പാഞ്ചാലൻ. പക്ഷെ 3 പേരും കൂടി സംഘടിപ്പിക്കണത് മാത്രം. എനിക്കത്ര തമാശ തോന്നില്ല. അതൊന്നും വേണ്ടടാ. എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വന്ന്. ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കലും കൊഞ്ചിലും കുഴയലും ചീപ്പാ. എനിക്കതത്ര ചീപ്പായിട്ട് തോന്നിയില്ല. മനുഷ്യരായ ഇതൊക്കെ പതിവാ. ആയിരിക്കാം. പക്ഷെ എന്തോ എനിക്ക് കണ്ടപ്പോ കലി വന്നു. എന്തോ ഒരു
എന്താടാ? എനിക്ക് കൽക്കത്ത മടുത്തു. ഹായ്, ഹലോ, നൈസ് ടു മീറ്റ് യു, ബൈ ബൈ, തീർന്നു. തൊലിപ്പുറമെ തട്ടിപ്പോകുന്ന വെറും ഹലോ. എനിക്കിവിടെ കഴിഞ്ഞാൽ മതി. കുന്നിൻ പുറത്തൊരു കൊച്ചു വീട്, അതിലൊരുപാട് കുട്ടികള്, അധ്വാനിച്ച് വേർത്തൊലിച്ച് വരുന്ന കണവൻ. അതാരായിരിക്കും? ഏത്? ഈ കണവൻ. അതോ? അത് ഹായ് മീര. ഹായ് റോങ് നമ്പർ. ഹായ് ഗൗതം, എന്താ ഇവിടെ? നിന്നെ തിരക്കി വരികയായിരുന്നു. വീട്ടിൽ കാണുമെന്ന് കരുതി. ഐ എം ജസ്റ്റ് പാസിംഗ് ബൈ. ഒരു പ്ലസന്റ് സർപ്രൈസ് യു ആർ ഹിയർ. ഇവിടെ റേഞ്ച് ഇല്ല? ഉണ്ടല്ലോ. ഞാനത് എടുക്കാൻ. ഞാനൊന്ന് ഫ്രീയാ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഫ്രീ ടൈം. വാ, നമുക്കൊന്ന് ചുറ്റിയടിക്കാം. വാണ്ടറിങ് ഹിയർ ആൻഡ് ദെയർ. അതിനിടയിൽ നമുക്കെല്ലാം തീരുമാനിക്കാമല്ലോ. ഞാൻ ഇപ്പോ. സോറി മാൻ, ഞാൻ തൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നു. യു ഓക്കെ? ലെറ്റ്സ് ഗോ. സീ യു റോങ് നമ്പർ. കമൺ മീര.